ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിരിക്കണമല്ലോ. ഞാനും സുഖമായിരിക്കുന്നു. എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങൾ? ഓരോ പെരുമാറ്റത്തിലും രണ്ട് കാര്യങ്ങൾ നമുക്ക് വ്യക്തമാക്കും. ഒന്ന്, നമ്മുടെ സ്വന്തം സ്വഭാവത്തിൻ്റെ പ്രത്യേകത. രണ്ട്, മറ്റുള്ളവരോടുള്ള നമ്മുടെ മനോഭാവം. അപ്പം നമുക്ക് സ്വന്തം സ്വഭാവം നമുക്കറിയാൻ പറ്റും. ആ സ്വഭാവമാണോ ചിലപ്പോൾ നമ്മൾ മറ്റുള്ളവരോട് കാണിക്കുന്നത്? ഇങ്ങനെ രണ്ട് തരത്തിലുള്ള പെരുമാറ്റം ഓരോ വ്യക്തികളിലും ഉണ്ടാവും. തൊടുത്തു വിടുന്നത് അതുപോലെ തിരിച്ചു കിട്ടും. അപമാനിക്കുന്നവർക്ക് അപമാനവും ബഹുമാനിക്കുന്നവർക്ക് ബഹുമാനവും തിരിച്ചു കിട്ടും. നമ്മൾ കൊടുക്കുന്നത് എന്താണോ അതേ നമുക്ക് തിരിച്ചു കിട്ടുകയുള്ളൂ. അത് വാസ്തവമായ കാര്യമാണ്. ഇപ്പം നമ്മുടെ ബന്ധുക്കൾക്കായാലും നമ്മുടെ മക്കൾക്കായാലും ഫ്രണ്ട്സിനായാലും നമ്മൾ സ്നേഹമാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് സ്നേഹം തിരിച്ചു കിട്ടും. നമ്മൾ ആരെങ്കിലും അപമാനിക്കുകയാണ് എങ്കിൽ നമുക്കത് തന്നെയോ തിരിച്ചു കിട്ടുകയുള്ളൂ. അത് എല്ലാവരുടെ കാര്യത്തിലായാലും ചിലർ പറയുന്നത് കണ്ടിട്ടില്ലേ, ഗീവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് എന്ന്. അപ്പം നമ്മൾ നല്ലത് കൊടുത്താൽ നമുക്ക് നല്ലത് തന്നെ കിട്ടും. നമ്മൾ മറ്റുള്ളവരെ ബഹുമാനിക്കാനും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവരും തിരിച്ച് നമ്മളെ അങ്ങനെ തന്നെ ചെയ്യുള്ളൂ. പക്ഷേ നമ്മൾ ആരെങ്കിലും അപമാനിച്ചാൽ നമുക്കും തിരിച്ച് അപമാനമേ കിട്ടുകയുള്ളൂ. ഇതെല്ലാം ഓരോരുത്തരുടെ പെരുമാറ്റത്തിൻ്റെ രീതി പോലെ ഇരിക്കും കേട്ടോ. ചിലർ നമ്മൾ എത്ര തന്നെ സ്നേഹിച്ചാലോ അല്ലെങ്കിൽ എത്ര തന്നെ നല്ല രീതിയിൽ പെരുമാറിയാലോ നമ്മളോട് മോശമായിട്ട് തന്നെ പെരുമാറും. അത് അവരുടെ ആ സ്വഭാവം ആണ്. പക്ഷേ നമ്മൾ ചെയ്യാനുള്ള കടമ നമ്മൾ തന്നെ ചെയ്യുക. വിനയത്തോടെ സംസാരിക്കുന്നവരോട് ദേഷ്യപ്പെടാതെ പരിഹസിക്കുന്നവരെ ബഹുമാനിക്കാനും എളുപ്പമല്ല. നമ്മൾ വിനയത്തോടെ സംസാരിക്കുന്നവരോട് നമ്മൾ എന്ത് ചെയ്യണം? അവരോട് ദേഷ്യപ്പെടാൻ പാടില്ല, വിനയത്തോട് തന്നെ സംസാരിക്കണം. നമ്മളെ പരിഹസിക്കുന്നവരോട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ബഹുമാനിക്കാൻ എളുപ്പമല്ല. അപ്പം നമുക്ക് ചെയ്യാവുന്നുള്ളത് നമ്മൾ വിനയത്തോടെ സംസാരിക്കുക. അവർ 2 ദിവസം, ചിലപ്പോൾ ആദ്യത്തെ 1-2 ദിവസം നമ്മളോട് ദേഷ്യത്തിൽ സംസാരിക്കും. 3-ാമത്തെ ദിവസം അവർക്ക് തന്നെ അത് മനസ്സിലാവും നമ്മളോട് എന്ത് വിനയത്തോടെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ അവർക്കും തിരിച്ചതുപോലെ തോന്നലുണ്ടാവും. അതാണ് കാലം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ പെരുമാറാൻ ആർക്കും കഴിഞ്ഞെന്ന് വരില്ല. അത് സത്യമാണല്ലേ. നമ്മൾ വിചാരിക്കുകയാണ് അല്ലെങ്കിൽ ഞാൻ പെരുമാറുന്ന അതേ രീതിയിൽ മറ്റുള്ളവരും എന്നോട് സംസാരിക്കണം അല്ലെങ്കിൽ എന്നോട് പെരുമാറണമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചാൽ അത് നടക്കുമോ? ഇല്ല. അപ്പം നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. മറ്റുള്ളവരുടെ രീതിയിൽ അവർ ചെയ്യും. കുറച്ച് ദിവസം കഴിയുമ്പോൾ മാറിക്കോളും. അല്ലാതെ ഒരാൾ പറയുകയാണ് ഞാൻ എൻ്റെ രീതിയിൽ പെരുമാറുന്നു, അതേ രീതിയിൽ നീ പെരുമാറണം എന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ പെരുമാറാൻ കഴിഞ്ഞെന്ന് വരില്ല. ആരെയും വേദനിപ്പിക്കാത്ത രീതിയിൽ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയും, അത്രയും മതി. എല്ലാവരും വിചാരിച്ചാലും ഒരാളെ അപമാനിക്കാതെയോ അല്ലെങ്കിൽ ഒരാളെ വേദനിപ്പിക്കാതെയോ അയാളെ ഇൻസൾട്ട് ചെയ്യാതെയൊക്കെ നമുക്ക് പെരുമാറാനൊക്കെ കഴിയും. എല്ലാവരെ കൊണ്ടും കഴിയും. അത് മാത്രം നമ്മൾ ചെയ്താലും മതി. കാര്യം അന്വേഷിക്കുന്നവരല്ല, കാവലാളാകുന്നവരാണ് യഥാർത്ഥ സഹായികൾ. കാര്യം അന്വേഷിക്കുന്ന കാരണം ഇപ്പോൾ ദൂരെയൊക്കെയുള്ള ആൾക്കാർ ചിലർ ഫോൺ വഴി വിശേഷങ്ങൾ ചോദിക്കാറുണ്ട്. അവർക്ക് ഡയറക്റ്റാ വന്ന് അന്വേഷിക്കാൻ പറ്റാത്തവരായിരിക്കാം. ദൂരെ നിന്ന് ഫോൺ ചെയ്ത് കാര്യങ്ങൾ അന്വേഷിക്കാം. അപ്പോൾ അതിനെപ്പറ്റി ഞാനൊരു കഥ പറഞ്ഞു തരാം. ഒരു അമ്മയ്ക്ക് 2 മക്കളുണ്ടായിരുന്നു, 2 ആമക്കൾ. അപ്പോൾ 2 മക്കളും സ്കൂളിൽ പഠിക്കുകയാണ്. അമ്മ എന്ത് ചെയ്യും? ഇളയ മകനെക്കുറിച്ച് അമ്മയ്ക്ക് എപ്പോഴും പരാതിയാണ്. അവൻ രാവിലെ എഴുന്നേൽക്കില്ല, സ്കൂളിൽ പോകില്ല, പഠിക്കില്ല. അവൻ മീൻ വളർത്തിയും കോഴി വളർത്തിയും ഇങ്ങനെ പാടത്തൂടെ കളിച്ചും അങ്ങനെ അയൽവക്കത്തോടി ഇങ്ങനെയൊക്കെയാണ് ഇളയ മകൻ നടക്കുന്നതാണ് അമ്മയുടെ പരാതി. പക്ഷേ മൂത്ത മകനോ നല്ല മിടുക്കനാണ്, നല്ല കുട്ടിയാണ്, പറഞ്ഞാൽ കേൾക്കും, ക്ലാസ്സിൽ 1-ാമനാണ് എന്നൊക്കെ കുറിച്ച് മൂത്തമനെ എപ്പോഴും ഈ അമ്മ പുകഴ്ത്തി പറയുമായിരുന്നു. 30 വർഷങ്ങൾ കഴിഞ്ഞു. ആദ്യത്തെയാൾ ജില്ലാ കളക്ടറായി അങ്ങ് ദൂരെ. എല്ലാ ദിവസവും കാര്യങ്ങൾ വിളിച്ചന്വേഷിക്കും. മൂത്ത മകൻ ജില്ലാ കളക്ടറായി പഠിച്ച് ജോലിയൊക്കെ വാങ്ങി ജില്ലാ കളക്ടറായി അങ്ങ് ദൂരെയാണ് താമസിക്കുന്നത്. പക്ഷേ ഈ മകൻ എല്ലാ ദിവസവും കാര്യങ്ങൾ വിളിച്ചന്വേഷിക്കും. അമ്മ സുഖമായിരിക്കുന്നു, അമ്മ മരുന്ന് വാങ്ങിയോ, മരുന്ന് കഴിച്ചോ, എങ്ങനെയാണ്, ഫുഡൊക്കെ കഴിച്ചോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം മകൻ വിളിച്ചന്വേഷിക്കും. പക്ഷേ ഇളയ മകനാണ് അമ്മയ്ക്ക് കാവലായി നിൽക്കുന്നത്. അന്ന് അമ്മ ആക്ഷേപിച്ച കോഴി വളർത്തുക, മീൻ വളർത്തുകയായിട്ട് നടക്കുന്ന ആ മകനാണ് ഇന്ന് അമ്മയ്ക്ക് കാവലായിട്ട് കൂടെയുള്ളത്. അമ്മയെ ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോകുന്നതും അമ്മയുടെ കാര്യങ്ങൾ നോക്കുന്നതും എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് ഇളയ മകനാണ്. അപ്പം കാവലായിട്ട് നിൽക്കുന്ന ആളാണ് മിടുക്കനല്ലേ. കാര്യം അന്വേഷിക്കുന്നവരിലല്ല, അതിലല്ല കേമത്വരം. കാവലായിട്ട് കൂടെ നിൽക്കുന്നതാണ് യഥാർത്ഥ സ്നേഹിതൻ അല്ലെങ്കിൽ യഥാർത്ഥ സ്നേഹമുള്ള ആൾ. കാലമാണ് കളയും വിളയും വേർതിരിക്കേണ്ടത്. ഒരു നാളത്തെയോ വർഷത്തെയോ പരിചയത്തിൻ്റെ പേരിൽ ഒന്നിനെയും മുദ്രകുത്തി നമുക്ക് തരംതിരിക്കാനും കഴിയില്ല. നെല്ലിൻ്റെ വിളവല്ല നെല്ലിയുടേത്, കാത്തിരിക്കേണ്ടി വരും കരുതലോടെ. അതാണ് നമ്മുടെ ജീവിതം. വളർച്ചയും വലിപ്പവും വിളവും എല്ലാം വ്യത്യസ്തമായിരിക്കും.
അരി അളക്കുന്ന പാത്രം കൊണ്ട് നമുക്ക് ആഴം അളക്കാൻ പറ്റുമോ? ഇല്ല, ആഴം അങ്ങനെ അളക്കരുത്. ഇപ്പോൾ നമുക്ക് എല്ലാ മക്കൾക്കും ഓരോ ഉത്തരവാദിത്വമുണ്ട്. അതുപോലെ തന്നെ രക്ഷിതാക്കൾക്കും എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ ഉത്തരവാദിത്വങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മൾ ഓരോ സമയത്തും ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളുണ്ട്. പിന്നെ നമുക്ക് ഒരുപാട് ഉത്തരവാദിത്വങ്ങളുണ്ട്. അതിലാണ് നമ്മൾ പെരുമാറ്റം, പിന്നെ മറ്റുള്ളവരോടുള്ള സ്നേഹം, അവരെ എങ്ങനെ അവരോട് നമ്മൾ എങ്ങനെയാണ് അവരോട് പെരുമാറുന്നത്, ഇതൊക്കെ ഓരോരുത്തരുടെയും സ്വഭാവം അനുസരിച്ചായിരിക്കും. ഇപ്പം നമുക്ക് നമ്മുടെ സ്വഭാവത്തെ മാറ്റം വരുത്താൻ ഒരുപാടൊക്കെ മാറ്റം വരുത്താൻ പറ്റും. കാരണം നമ്മൾ കൊടുക്കുക, ഇപ്പോൾ വയസ്സിന് മൂത്ത ആൾക്കാർക്ക് നമുക്ക് ബഹുമാനം കൊടുത്ത് സംസാരിക്കാൻ പറ്റും. അവരോട് നമുക്ക് സ്നേഹത്തിൽ നിൽക്കാൻ പറ്റും. അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ വയസ്സിന് മൂത്ത ആൾക്കാർക്ക് ഇളയ കുട്ടികളെ അതായത് അവരെ ശിക്ഷിക്കാനും അവരുടെ തെറ്റുകുറ്റങ്ങളിൽ പറഞ്ഞു തിരുത്താനും ഒക്കെ ഉള്ളൊരു കടമ വയസ്സിന് മൂത്ത ആൾക്കാർക്ക് ഉണ്ട്. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ ആ കറക്റ്റ് ടൈമിൽ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുക. പക്ഷേ ഇതാരെയും പരസ്പരം അവഹേളിക്കാനോ അപമാനിക്കാനോ ഒന്നുമല്ല. ഓരോരുത്തർക്കും ഓരോന്നിൻ്റെ വിലയുണ്ട്. അതനുസരിച്ച് തന്നെ നമ്മൾ മുന്നോട്ട് പോകണം. ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നതിനുള്ള ന്യായമല്ല ഇത്. നമുക്ക് പലർക്കും പല ഉത്തരവാദിത്വങ്ങളുണ്ട്. പക്ഷെ അതിൽ നിന്നും നമുക്ക് ആ ഉത്തരവാദിത്വങ്ങൾ നമ്മൾ കറക്റ്റ് സമയത്ത് ചെയ്യാതെ നമുക്കത് മാറി നിൽക്കുക 100 ന്യായങ്ങൾ നമ്മൾ കണ്ടെത്തും, 100 കാരണങ്ങൾ കണ്ടെത്തും. എല്ലാവർക്കും ഉള്ളതാണ്. എല്ലാ ന്യായങ്ങളും മറികടക്കുന്ന ഒരു കാരണമെങ്കിലും ഉണ്ടാകണം, അല്ലേ? അതങ്ങനെയാണ്, തീർച്ചയായിട്ടും ഉണ്ടാകും. നമ്മുടെ സാമീപ്യമാണ് യഥാർത്ഥ സാന്ത്വനം. കൂട്ടിരിക്കാൻ ആളുണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി നമുക്ക് ജീവിക്കാമായിരുന്നു എന്ന് വിട പറഞ്ഞ ഒട്ടേറെ ആൾക്കാർ നമുക്ക് കാണാൻ പറ്റും. അതായത് ഒറ്റയ്ക്കാകുന്ന സമയത്ത് കൂട്ടിരിക്കാൻ ആരെങ്കിലും ഉണ്ടാകണം. നമുക്ക് ഒരുപാടൊന്നും ആർക്കും കൊടുക്കാനോ ഒന്നിനും കഴിയില്ല. പക്ഷേ വയസ്സായി സാന്ത്വനം ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെ കൂടെ നമ്മൾ കുറച്ചു നേരം പോയിരുന്ന് അവരുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവരോട് കുറച്ചു നേരം ഇരുന്ന് സന്തോഷിച്ച് പോകുമ്പോൾ അവർക്കൊരു എന്തോ ഒരു ആശ്വാസം എന്നറിയാമോ? അങ്ങനെ ഉള്ളത് അത്രയും സന്തോഷം തോന്നണമെങ്കിൽ ആരുമില്ലാത്തവരുടെ അടുത്ത് നമ്മൾ പോയി കുറച്ച് നേരം ഇരുന്ന് നോക്കണം. അപ്പോൾ അറിയാം അവർക്ക് ആ സ്നേഹത്തിൻ്റെ വില, നമ്മളെ സ്നേഹത്തിൻ്റെ വില അപ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. അവരുടെ ആ സംസാരത്തിലും അല്ലെങ്കിൽ നമ്മളെ പ്രതീക്ഷിച്ചിരിക്കുന്നതിലും ഒക്കെയുള്ള ഒരു രീതി നമുക്കപ്പോഴും മനസ്സിലാവും. പാഠങ്ങൾ പഠിച്ചു പരീക്ഷ എഴുതാൻ ശേഷിയില്ലാത്തവരെയും മിടുക്കരായി കാണാൻ നാം എന്നാണ് ഇനി പഠിക്കുക. പാഠങ്ങൾ പഠിച്ചു പരീക്ഷ എഴുതാൻ ശേഷിയില്ലാത്തവരായി മിടുക്കരായി കാണാൻ നാം എന്നാണ് പഠിക്കുക. പാഠങ്ങൾ പഠിച്ചാൽ മാത്രമല്ല എല്ലാവരും, പരീക്ഷയിൽ ജയിച്ചാൽ മാത്രമല്ല എല്ലാവരും മിടുക്കരാകുന്നത്. അനുഭവങ്ങൾ കൊണ്ടും വാക്കുകൾ കൊണ്ടും കാലം തെളിയിച്ച കാര്യങ്ങളാണിത്. എല്ലാവർക്കും പാഠപുസ്തകത്തിലുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ച് മുന്നോട്ട് പോയാൽ ജയം ഒന്നൊന്നുമില്ല കേട്ടോ. പക്ഷെ അനുഭവങ്ങൾ അത് വളരെ സത്യമാണ്. അനുഭവങ്ങളിലൂടെ ഉള്ള കാര്യങ്ങളൊക്കെ വളരെ സത്യമാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയും വിശേഷങ്ങളും ഇത്രയേ ഉള്ളൂ. പുതിയ വിശേഷങ്ങളും പുതിയ വീഡിയോയുമായി വീണ്ടും വരും. അതുവരെ നിങ്ങളുടെ സ്വന്തം കാർത്തു.